അത് ശരിയാണല്ലോ അല്ലേ? ആ അപ്പൊ നല്ല അടിപൊളി വറ്റമീൻ നമ്മളെ നിതിനങ്ങള് പപ്പന്റെ ഫ്രണ്ട് നിതിനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പവിത്രത കളയാതെ നല്ല തേങ്ങാപ്പാലിൽ അങ്ങോട്ട് ശരിയാക്കി എടുത്താലോ. നമ്മള് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ശാലറ്റും നന്നായിട്ട് പിന്നല്ലാതെ. അപ്പൊ നമുക്കൊരു ലെമൺ അങ്ങോട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു ഹാഫ് ചെറുനാരങ്ങ ഇട്ടും ഇനി ഇച്ചിരി ഉപ്പ് ഇടണം. നമ്മള് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണേ. നമ്മൾ മീനിന്റെ പവിത്രത ഒരു നുള്ളു പോലും കളയാതെയാണ് നമ്മൾ ഈ മീൻ ഗ്രില്ല് ചെയ്തെടുക്കണേ. അപ്പൊ പക്ഷെ ഓരോ മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോണത്. അപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഗോൾഡൻ കളർ അല്ല ഫ്രഷ് വൈറ്റ് കഴിക്കാനായത് ഇല്ല. നമുക്ക് ഇത് സോസ് ഒക്കെ ശരിയാക്കി എടുക്കണല്ലോ. അതിപ്പോ 1 മിനിറ്റ് ആയോ? കുക്കായോ? ആയില്ലേ? നമ്മൾ അടുത്തതായിട്ട് സോസാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. ആയി മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കണേ. ആ നമ്മള് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഇതാ. നല്ല കളർ ചേഞ്ച് ചെയ്യാം നമുക്ക്. ഇപ്പോൾ കുറച്ച് കരിയാപ്പില, നല്ല ഫ്രഷ് കരിയാപ്പില ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ ക്രഷ് ആക്കി വെച്ച പെപ്പറുണ്ട്, നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. വീട്ടിലെ പെപ്പർ എരിവിലല്ലേ? എരിവിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഒന്നും ചേർത്തിട്ടില്ല. അത് ശരിയാണല്ലോ അല്ലേ? നമുക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞ് ഒഴിക്കാം ഇതിലേക്ക്. ആ അത് നമ്മൾ വെട്ടി വെച്ച് കഴിഞ്ഞില്ല, അപ്പൊ അതിന്റെ ഹാഫ് ഉണ്ടല്ലോ. നല്ല സോസ് നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സോസ് റെഡി ആയതല്ലേ? പിന്നെ അല്ലാതെ ഡെക്കറേഷൻ ആയോ? പിന്നെ അല്ലാതെ പിന്നെ നമുക്ക് വേറെ സാധനം ആക്കിയാലോ? ഇത് മറ്റേ ഇതല്ലേ സ്വാനായിട്ടോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? തിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നാൻ നിർത്താൻ പറ്റും. കൊച്ചു കഴിക്കണ്ടേ? ഞാൻ പിന്നെ തിന്നും. പറയാനൊന്നുമില്ല. ബൈ ബൈ ഫ്രം ലിറ്റിൽ ഡോറി.